ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മരിച്ചുകൊണ്ടിരുന്ന, കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന, ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, എന്താ പറയുക, ജീവൻ രക്ഷാ ഉപാധികളില്ലാതെ, വസ്ത്രമില്ലാതെ, തണുപ്പകറ്റാൻ ഒന്നുമില്ലാതെ, വെള്ളമില്ലാതെ, മലിനജലമൊക്കെ കുടിച്ച് വയറിളക്കം ബാധിച്ച് ഒക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന അനേകം കുഞ്ഞുങ്ങളിൽ ഒരാളുടെ പ്രതീകം മാത്രമാണ് മിനിങ്ങാന്നത്തെ വാർത്തയിൽ വന്ന ആ 2 വയസ്സുകാരി പെൺകുട്ടി. ഇന്നിപ്പം നമ്മൾ ഇന്നത്തെ വാർത്ത വായിച്ചിട്ട്, പേപ്പറിലെ വാർത്ത വായിച്ചിട്ടുള്ളവർക്കറിയാം, ട്രംപ് ഒരു പീസ് സമാധാന സമിതിക്ക് രൂപം കൊടുക്കുകയാണത്രേ. സമാധാന സമിതി പലസ്തീനിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ സമിതിയിൽ അംഗം ആകുന്ന ആളുകൾ, ഓരോ അംഗരാഷ്ട്രങ്ങളും ഒരു $1000 എങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് അതിൽ സമിതി അംഗമാകാനായിട്ട്. എന്തിനു വേണ്ടിയാണ് ഈ പൈസ, ഈ എമൗണ്ട് ശേഖരിക്കുന്നതെന്ന് വെച്ചാൽ ഗാസയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയാണെന്ന്. ഒരു നാടിനെ, ഒരു ദേശത്തെ, അവിടുത്തെ സാധാരണക്കാരെ, അവിടുത്തെ മനുഷ്യരെ, അവരുടെ ഒലിവ് കുന്നുകളെ, അവരുടെ കെട്ടിടങ്ങളെ, അവർ നടന്നുകൊണ്ടിരുന്ന അവരുടെ ദാരിദ്ര്യം പിടിച്ച തെരുവുകളെ എല്ലാം മുച്ചൂടും നശിപ്പിച്ച് കളഞ്ഞിട്ട് ട്രംപ് ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ പണം തരിക, നമുക്ക് ഗാസയെ റീകൺസ്ട്രക്ട് ചെയ്യണമെന്ന്.